വൈദികരെയും മറ്റെല്ലാ സഹോദരങ്ങളെയും ഈ ബലിയർപ്പണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പിതാവേ, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്റെ വിശ്വസിന് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങനെ ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവർ നമ്മളിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് അയച്ചു വന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് ദൈവദാസരുടെ സാന്നിധ്യത്താൽ ആരംഭിച്ച ഈ ഭവനവും ഈ ഇവിടുത്തെ സേവനവും വളരെ ശ്രദ്ധേയമായിട്ടിന്ന് 50 വർഷം പൂർത്തിയാകുകയാണ്. കൊല്ലം രൂപതയുടെ ഇടയിലായിരുന്ന ദൈവദാസൻ ജെറോം ഫെർണാണ്ടസ് തിരുമേനിയുടെ സമയത്ത് നമ്മുടെ ദീനസേവന സഭയുടെ ഫൗണ്ടേഴ്സായ ദൈവദാസി മദർ പേട്രായുടെ സാന്നിധ്യത്തിൽ ആരംഭിച്ച സമൂഹം 2 ദൈവദാസരെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാം വത്തിക്കാൻ സുനോദോസോടുകൂടെ സഭയിൽ വലിയൊരു നവീകരണമാണ് ആരംഭിച്ചത്. ആ നവീകരണത്തിൻ്റെ ചൈതന്യം ഏറ്റുവാങ്ങിയ വലിയൊരു വ്യക്തിയാണ് മദർ പേട്ര. ജർമ്മൻ സ്വദേശിയാണ്. യൂറോപ്പിൽ തന്നെ വളരെ ശ്രദ്ധേയമായ സാമ്പത്തികമായി എന്നും മുന്നിൽ നിൽക്കുന്ന രാജ്യമായ ജർമ്മനിയിൽ നിന്ന് സന്യാസ ജീവിതത്തിൻ്റെ തന്നെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആ പ്രിയപ്പെട്ട മദർ ഒരു സെൽഫ് എംപ്റ്റിങ് നടത്തുകയായിരുന്നു. സമർപ്പിത ജീവിതം ഒരു സുരക്ഷിതത്വം നൽകുമ്പോൾ ആ സുരക്ഷിതത്വമൊക്കെ വിട്ടുകൊണ്ട് നാം ഈ വർഷം ഫ്രാൻസിസ് അസിസിയുടെ 800-ാം വർഷം കൂടെ ആഘോഷിക്കുകയാണല്ലോ. സ്വയം ശൂന്യനായ ശൂന്യവൽക്കരണത്തിൻ്റെ വലിയ ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മദർ പേട്ര ഒരു സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആരംഭത്തിൽ അവര് പല സ്ഥലങ്ങളിലുമൊക്കെ പോയി വളരെ പാവപ്പെട്ടവർ വസിക്കുന്ന സ്ഥലത്ത് പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കുവാനുള്ള ധീരമായ തീരുമാനത്തോടു കൂടിയാണ് ഈ സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തത്. ഭാഗ്യസ്മരണാർഹനായ പത്രോണി പിതാവിൻ്റെ ആ വലിയ സംരക്ഷണവും വളരെ വേഗം തന്നെ ധന്യതയിലേക്ക് ഉയരത്തക്ക രീതിയിലുള്ള സുഹൃതസമ്പന്നനായ സുക്കോളച്ചൻ്റെ ആ ഒരു വാത്സല്യവുമൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ സന്യാസി സമൂഹം മുന്നോട്ട് പോയത്. 68-69 രണ്ടാം വത്തിക്കാൻ സുനോസ് തീരുന്നത് 65-ലാണ്. ഇപ്പോൾ 4 വർഷം കൊണ്ട് തന്നെ ഒരു റാഡിക്കൽ ഡിസിഷൻ എടുത്തുകൊണ്ട് റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ് ഏറ്റുവാങ്ങിയ ആ മദറിൻ്റെ പ്രവർത്തനം നമ്മുടെ ഈ ദേശത്തും ലഭിച്ചു എന്നത്, അതായത് 69-ൽ തുടങ്ങി 75-ൽ തന്നെ ഇവിടെ ആരംഭിക്കുവാൻ ഇടവന്നു എന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സേവനത്തിൻ്റെ ജൂബിലി 50 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ ഇടവക്കാരായ ഏവരും വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഏറ്റവും ചുരുക്കമായി നന്ദിയുടെ 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. സേവാ നിലയം ഗവൺമെന്റിന്റെ സുവർണ നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നല്ല തമ്പുരാന് ആദ്യമായി നന്ദി അർപ്പിക്കട്ടെ.
ഞങ്ങൾക്ക് ഏറെ കരുതലും അതോടൊപ്പം ഒരു പിതാവിനടുത്ത സ്നേഹ ഉപദേശങ്ങളും നൽകി ഏതൊരു ആവശ്യ സമയത്തും സംരംഭനാകുന്ന പുനരൂപത അധ്യക്ഷൻ സിൽവസ്റ്റർ പിതാവേ, രൂപത ഞങ്ങളുടെ കൊറോന വികാരി ഫ്രാൻസിസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ഇടവക വികാരി മൈക്കിൾ അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെയും അമല പ്രോവിൻസ് അസിസ്റ്റന്റ് സുപ്പീരിയർ സിസ്റ്റർ ജോൺസി, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങൾക്ക് സുവിശേഷ സന്ദേശം പകർന്നു നൽകുവാനായും സ്ഥാപിക്കപ്പെട്ട സേവാനിലയം കോൺവെന്റിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ദൈവം നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച് കടന്നുപോയ 50 വർഷങ്ങളുടെ സന്യാസ സ്മരണകളെ മുഴുവൻ ചേർത്ത് അർപ്പിച്ച ഈ കൃതജ്ഞതാബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും മനോഹരമായ വചന പ്രഘോഷണം ചെയ്ത രൂപത അധ്യക്ഷൻ അഭിമന്യ സിൽവസ്റ്റർ പിതാവിന് ഞങ്ങളുടെ ഏവരുടെയും ഏറ്റവും കൃത്യമായ നന്ദി. പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ഇന്ന് സിസ്റ്റേഴ്സിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എല്ലാ ദിവസവും വൈദികർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന കാര്യം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും അനുഗ്രഹം കിട്ടും, ഞങ്ങൾക്കും അനുഗ്രഹം കിട്ടും. മനസ്സിലായല്ലോ? വേണ്ടേ? അപ്പോൾ അത് ഒരു ശീലമായിട്ട് മാറ്റണം. നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല പ്രാർത്ഥന ചൊല്ലുന്നവരാണെന്ന് എനിക്കറിയാം. ജപമാല പ്രാർത്ഥനയോടൊപ്പം തന്നെ വൈദികർക്ക് കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഒരു നന്മ നിറഞ്ഞ മറിയം വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി കാഴ്ചവെക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമാകും. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവ്യബലി അർപ്പിച്ചു. അതിൻ്റെ ദിവ്യബലി ദിവ്യകാരുണ്യം അത് സ്നേഹബലിയാണ്. സ്നേഹത്തിൻ്റെ വേറൊരു ആവിഷ്കരണമാണ് നമ്മൾ ഭക്ഷിക്കാൻ പോകുന്ന ആഹാര പദാർത്ഥം. ഏതൊരു ആഹാരത്തിന് പിന്നിലും ത്യാഗമുണ്ട്. ദിവ്യബലിക്കും ഒരു ത്യാഗമുണ്ട്. മധുരം നമ്മൾ സന്തോഷത്തോടെ ഭക്ഷിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിക്കുമ്പോൾ അവർ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ എന്നും അവരുടെ ത്യാഗസമ്പന്നമായ ജീവിതത്തെ നമുക്ക് അനുസ്മരിക്കാം. ദൈവത്തെ എന്നും മഹത്വപ്പെടുത്തി സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കും. എല്ലാ ജൂബിലിയുടെ ആശംസകൾ.
തിരുവചനം മാത്രമാണെൻ്റെ നാഥ. കൽവിളക്കുകളെരിയുന്ന ആലയം കർത്താവെ ഞാൻ കാണുന്നു. വാർത്തലത്തിൽ ഓർത്തുവയ്ക്കുവാൻ എന്തു നാഥ, തിരുവചനം മാത്രമാണെൻ്റെ നാഥ. വഴികളിൽ പാർവണേന്തുവാൻ നിന്നാത്മശക്തിയെ നൽകണമേ. നിന്നിൽ ഞാൻ ചേരുവോളം തമ്പുരാനെ ദൈവാത്മശക്തിയാൽ നയിക്കണമേ. നിന്നിൽ ഞാൻ ചേരുവോളം തമ്പുരാനെ ദൈവാത്മശക്തിയാൽ നയിക്കണമേ. കൽവിളക്കുകളെരിയുന്ന ആലയം കർത്താവെ ഞാൻ കാണുന്നു. വാർത്തലത്തിൽ ഓർത്തുവയ്ക്കുവാൻ എന്തു നാഥ, തിരുവചനം മാത്രമാണെൻ്റെ നാഥ. നിൻ സ്തുതികൾ പാടിയിടും മീവൽ പക്ഷി പോലെയുള്ള ചിറകടിക്കുമേ.